ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന ഈശോയോട് ഒപ്പം സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുവെ ആളുകൾക്ക് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. പൊതുവെ പ്രാർത്ഥനകളിൽ പോലും വിജ്ഞാനം തരയണമേ എന്നാണ് പറയുന്നത്. എന്താണ് വിജ്ഞാനം അല്ലെങ്കിൽ എന്താണ് ജ്ഞാനം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടിലും അനുഭവത്തിലും ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ വികാര വിചാരങ്ങളെയും ചിന്തകളെയും പദ്ധതികളെയും ഭാവനയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അറിവാണ് ജ്ഞാനം. ദൈവത്തിൻ്റെ സമ്പൂർണമായ അറിവിൻ്റെ പേരാണ് ജ്ഞാനം. അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം നിരന്തരം വായിക്കുകയും കൂദാശകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ജ്ഞാനം നമുക്ക് കിട്ടുന്നത്. മറ്റൊന്ന് വിജ്ഞാനം. വിജ്ഞാനം എന്താണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊഴികെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിലുണ്ടോ അതെല്ലാം വിജ്ഞാനമാണ്. ഈശോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊഴികെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിലുണ്ടോ, എന്തെല്ലാം അറിവുകൾ ലോകത്തിലുണ്ടോ അതാണ് വിജ്ഞാനം. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ നമ്മൾ നിരന്തരം ബൈബിള് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഈശോയെക്കുറിച്ചുള്ള അറിവും അതുപോലെ തന്നെ ഈശോ മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെയാണ്, ഓരോ വ്യക്തിയെയും ഈശോ എങ്ങനെയാണ് കാണുന്നതെന്ന് അല്ലെങ്കിൽ ഈശോയുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നമുക്ക് അന്നേരം അറിയാം. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈശോ ആ മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും ഈശോ ഒരുപോലെ കാണുന്നു എന്നർത്ഥമല്ല. പൊതുവേ മനുഷ്യരുടെയൊക്കെ പൊതുവേ ഉള്ള ഒരു വാദഗതി ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നാണ്. അത് ഒരു വശത്ത് നോക്കുമ്പോൾ ശരിയാണ്. മറുവശത്ത് ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ 3 പേരെയും ഈശോ പ്രത്യേകം ഒരു എന്ത് കാര്യത്തിനും കൂടെ കൊണ്ടുപോയായിരുന്നു. ബൈബിളിൽ തന്നെ കാണാം. ആ വിധവയുടെ മകളെ ഉയർപ്പിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോഴും ഗത്സമനിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ഒക്കെ ഈശോ ഈ 3 പേരെ കൂടെ കൊണ്ടുപോയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ പലരെയും ഈശോ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. എൻ്റെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത ജീവിതത്തിലൂടെ ഈശോയിൽ നിന്ന് അകന്ന് കഴിയുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഈശോയുടെ കാഴ്ചപ്പാടും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവിക ജ്ഞാനമാണ് നമുക്ക് ആ അറിവ് പകർന്നു നൽകുന്നത്. ഈശോ തന്നെയാണ് ആ അറിവ് പകർന്നു തരുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചില മനുഷ്യരെയൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് വിചാരിക്കുന്നു, എനിക്ക് അപ്പോൾ എന്ത് തോന്നുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് അവർ. അതുപോലെ തന്നെ എനിക്കെന്താണോ തോന്നുന്നത് അത് തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അറിവ് കിട്ടുന്നത്? ഇത് ജ്ഞാനത്തിലൂടെയാണ്. അതായത് ദൈവത്തിൻ്റെ ഈശോയുടെ ആ അറിവ് നേരിട്ട് നമുക്ക് ഈശോ പകർന്നു തരുന്നതാണ്. അതാണ് ജ്ഞാനം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിജ്ഞാനം തരണമേ എന്നല്ല, ജ്ഞാനം തരണമേ എന്നാണ്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ അറിവാണ്. അതെങ്ങനെ കിട്ടും? ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനെ ആ അറിവ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ
ഈ ജ്ഞാനം മനുഷ്യരിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ ചിന്തകളും അറിവുകളും എല്ലാം മനുഷ്യരിൽ നിന്ന് വളരെ ദൂരെയാണ്. ചുരുക്കം ചില മനുഷ്യർ മാത്രമേ ആ ദൈവിക ജ്ഞാനം ഇന്നുള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അന്ന് നല്ലൊരു ശതമാനം മനുഷ്യരിലും ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വിജ്ഞാനം കുറവായിരുന്നു. വിജ്ഞാനം കുറവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അറിവൊന്നും അവർക്കില്ലായിരുന്നു. പക്ഷേ ദൈവികമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്ന മനുഷ്യർ ഇന്നത്തെ മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ച് പോയത്. അത് ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ, ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, എന്ത് തന്നെ കാര്യങ്ങളായിക്കോട്ടെ. എന്തുകൊണ്ട് മുൻകാല മനുഷ്യർക്ക് ഇപ്പോഴുള്ള മനുഷ്യരെക്കാൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സ്വീകാര്യമായ ഫലദായകമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇതും അങ്ങനെയൊന്നും ആർക്കും അധികം ചെയ്യാൻ പറ്റാത്തത്? ഇന്നുള്ളവരിൽ ദൈവിക ജ്ഞാനം കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ദൈവിക ജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനം എന്താണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി മറ്റ് വിഷയമാണ് വിജ്ഞാനം. വിജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയെക്കുറിച്ചുള്ള അറിവ് ഒഴികെ ബാക്കിയെല്ലാം, ദൈവികമായിട്ടുള്ള അറിവുകൾ ഒഴികെ ബാക്കി എന്തെല്ലാം അറിവുകളും കാര്യങ്ങളും ലോകത്തിലുണ്ടോ അതാണ് വിജ്ഞാനം. അപ്പോൾ ഇന്ന് പൊതുവെ കാണുന്ന പ്രതിഭാസം ഈ ആത്മീയ മേഖലയിലുള്ളവരും ഈ വിജ്ഞാനത്തിൻ്റെ പുറകെയാണ്. വിജ്ഞാനം നമ്മളെ വഴിതെറ്റിക്കും. അപ്പോൾ വിജ്ഞാനം നമ്മളെ വഴിതെറ്റിക്കുക തന്നെയല്ല, നമ്മുടെ എല്ലാവിധത്തിലുള്ള ആത്മീയ പുരോഗതിയെ ഒരു പരിധി വരെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അത് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിജ്ഞാനമുള്ളവനിൽ ജ്ഞാനം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊരു വേറൊരു വ്യത്യാസമാണ്. വിജ്ഞാനമുള്ളവനിൽ ജ്ഞാനം ഉണ്ടാകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതേസമയം ജ്ഞാനമുള്ളവനിൽ വിജ്ഞാനവുമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൻസീൻ എന്ന ഒരു കെമിക്കൽ, അതിൻ്റെ ഞാൻ പണ്ട് പഠിച്ചതും പിന്നീട് പല സ്ഥലങ്ങളിലും വായിച്ചതുമായ ഒരു സംഭവമാണിത്. ബെൻസീൻ എന്ന കെമിക്കലിൻ്റെ ആറ്റോമിക് ഫോം മനസ്സിലാക്കാൻ പറ്റാതെ ആ സയൻറ്റിസ്റ്റ് ഇങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തി വിഷമിച്ചിരിക്കുമ്പോൾ രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടാണ് ഈ ബെൻസീൻ എന്ന ആ കെമിക്കലിൻ്റെ ആറ്റോമിക് ഫോം കണ്ടെത്തിയതെന്ന് ഞാൻ പലയിടത്തും ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ പലയിടത്തും വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ജ്ഞാനമുള്ളവനിലേക്ക് വിജ്ഞാനം പകരപ്പെടും. അതായത് ദൈവത്തോട് ചേർന്ന് നിന്ന ദൈവം എല്ലാവിധ ജ്ഞാനവും എല്ലാവിധ വിജ്ഞാനവും എല്ലാവിധ അറിവുകളും അവന് പകർന്നു നൽകും. എന്നാൽ വിജ്ഞാനമുള്ളവന് ജ്ഞാനമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിൻ്റെ തെളിവുകളാണ് ഇന്ന് നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലുമുള്ള ആ ഒരു പ്രതിസന്ധികൾ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട വിഷയം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വിജ്ഞാനം തരണമേ എന്നല്ല, എനിക്ക് ജ്ഞാനം തരയണമേ എന്നാണ്. തന്നെയുമല്ല, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു എന്നാണ്. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൻ്റെ ചിന്തകളെ അന്വേഷിക്കുകയും താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ദൈവത്തിന് എപ്പോഴും ആവശ്യം. അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ. ജ്ഞാനി ദൈവത്തിൻ്റെ സ്നേഹിതനാണ്, ഉറ്റ സുഹൃത്താണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ ഈ ഒരു ചിന്തയും കാഴ്ചപ്പാടും നമുക്കെപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ വിജ്ഞാനത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ജ്ഞാനത്തിന് വേണ്ടിയായിരിക്കും എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതാണ് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജ്ഞാനമുള്ളവനിൽ വിജ്ഞാനവുമുണ്ട്. എന്നാൽ വിജ്ഞാനമുള്ളവനിൽ ജ്ഞാനമുണ്ടാകുമെന്ന് ഒരു നിർബന്ധവുമില്ല.